അതാണ് ഞാൻ പറഞ്ഞത്. നിയോമുള്ളർ പണ്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കുന്ന ഇത്തരം വംശീയമായ നീക്കത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു. ആ നിയോമുള്ളർ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്നത് വരെ ഹിറ്റ്ലറിന് സ്തുതിപാടുകയായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിയോമുള്ളറെ തന്നെ പിടിച്ച് ജയിലിട്ടു. അതാണ് ചരിത്രം. അപ്പം അത്തരം ചരിത്രങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും ഇവിടെ. അങ്ങനെ ഞങ്ങൾ അത്തരം ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് അസ്വസ്ഥപ്പെട്ടൊരു കാര്യമില്ല. ആ ഓർമ്മപ്പെടുത്തലിനും അത്തരം ചരിത്രപരമായ കാര്യങ്ങൾക്കുമുള്ള മറുപടിയാണ് നൽകേണ്ടത്. മറുപടിക്ക് പറയാം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അല്പത്തരമാണ്. അത് ഓരോ ആളുകളും അവരുടെ നിലവാരത്തിനനുസരിച്ചാണല്ലോ പെരുമാറുക. അപ്പം ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിമർശനമാണ്. ഇപ്പോൾ രാഷ്ട്രീയ വിമർശനത്തെ ആ നിലയിൽ കാണുന്നതിന് പകരം ഇത്തരം ഉപമകളിലേക്ക് പോകുന്നതിന് ഒരുതരം ഒളിച്ചോട്ടമാണ്. അപ്പം അതുകൊണ്ട് ഗോവിന്ദച്ചാമി ആരാണ്, ഗോവിന്ദമാഷാരാണ്, CPM എന്താണ്, സെക്യുലർ ഇന്ത്യ എന്താണെന്നൊക്കെ അറിയാത്ത ആളല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതെല്ലാം ആളുകൾ ആ നിലയിൽ വിലയിരുത്തിക്കൊള്ളും. അത്തരം പരാമർശങ്ങൾക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല. നിങ്ങളുടെ ഒരു ദൗത്യം, പക്ഷെ അതിനൊക്കെ തടയിടുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഉണ്ടാകുന്നതിനൊരു ഭീഷണി കൂടി ഉണ്ട്. അല്ല, നമ്മൾ ചരിത്രം അങ്ങനെ മറന്നു പോകണ്ട. ഇപ്പം 57-ലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ചില ശക്തികൾ അന്ന് ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വലിയ ചരിത്രം അവിടെ ഉണ്ട്. അത് കുപ്രസിദ്ധമായൊരു ചരിത്രമാണ്. ആ ചരിത്രം എല്ലാ കാലത്തും ആവർത്തിച്ച് കളയാം എന്നൊന്നും ഒരാളും ധരിക്കേണ്ടതില്ല. 57 അല്ല, 2024, 2025, 2026 അതുകൊണ്ട് മറന്നു പോകണ്ട. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പം ഈ വിവാദം ഉണ്ടാക്കുമോ? എന്താണ്, എങ്ങനെയാണ് DYFI എന്താശയക്കുഴപ്പം? അതായത് ക്രൈസ്തവ സമൂഹത്തെ RSS വേട്ടയാടുന്നു, ശത്രുവായി പ്രഖ്യാപിച്ച് വേട്ടയാടുന്നു. ആ വേട്ടയാടൽ തെറ്റാണ് എന്ന് പറയുമ്പോൾ, ആ വേട്ടയാടിയ ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ക്രൈസ്തവ സമൂഹം നമുക്കെതിരാവുന്നത്? നമുക്ക് അനുകൂലമല്ലേ ആവേണ്ടത്? എന്തിനാണ് എതിരാവുന്നത്? ഞങ്ങൾ വേറെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ? ഞങ്ങൾ ഏതെങ്കിലും സഭാ നേതാക്കന്മാരെ തെറി പറഞ്ഞോ? ഞങ്ങൾ ഏതെങ്കിലും സഭാ നേതാക്കന്മാരെ അപമാനിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ? ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഒരു നിലപാട്, ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ അഭിപ്രായം പറയാൻ ആരുടെയും സീറ്റ് ആവശ്യമില്ല. ഈ സഭ CPM പോര് ക്രൈസ്തവ സമൂഹം ഏത് രീതിയിൽ കാണുമെന്നതാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയായിരിക്കും? അല്ല, അങ്ങനെ ഒരു പോരില്ല. അങ്ങനെ ഒരു പോരുണ്ട് എന്ന് വ്യാഖ്യാനിക്കുകയാണ്. ആ വ്യാഖ്യാനം RSSനാണ് ഗുണം ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. RSSനെ സന്തോഷിപ്പിക്കാനാണ് ഇത്തരം ചില പ്രസ്താവനകളും ജൽപ്പനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥ വിശ്വാസി സമൂഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ അനാവശ്യമായ ചർച്ചയിലേക്ക് കൊണ്ടുപോകണ്ട. വളരെ കൃത്യമായ നിലപാടാണ് പറഞ്ഞത്. RSS രാജ്യത്തുടനീളം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ അക്രമങ്ങൾ തുടർച്ചയായി നടത്തുന്നു. അത് നടത്തുന്ന RSSന് അരമനയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കേക്ക് കൊടുക്കുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് പറയാനുള്ള ഒരു പുരോഗമന സമൂഹമല്ലേ നമ്മുടേത്. അത് ഇങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ? ഈ വോട്ട് കണ്ടായിരിക്കുമോ UDF ഇക്കാര്യത്തിലൊരു പ്രതികരണങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പാംപ്ലാനിക്കെതിരെ ഒന്നും പറഞ്ഞു? അല്ല, UDFും കോൺഗ്രസും ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും വോട്ട് കണ്ടിട്ടില്ലേ നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഛത്തീസ്ഗഡിൽ ഇത്രയും കാലം ഭരിച്ച പാർട്ടി ഏതാ? ഛത്തീസ്ഗഡിൽ ഇപ്പോഴല്ലേ BJP വന്നത്? ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആയിരുന്നു. ഈ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അവിടെ പിടിച്ചു കൊണ്ടുപോയി. ഇവിടുന്ന് കുറേ കോൺഗ്രസ്സുകാരൊക്കെ അവിടെ പോയി വലിയ ഷോ കാണിച്ചു. പക്ഷേ അവിടെയുള്ള കോൺഗ്രസ് എന്ത് ചെയ്തു? ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി എന്തെങ്കിലും ഉണ്ടിയോ? ഛത്തീസ്ഗഡിൽ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ കോൺഗ്രസ്സിന്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? പ്രതിപക്ഷ നേതാവ് വോട്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒഴിഞ്ഞോ? ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ RSSനോട് വർഗീയതയുടെ കാര്യത്തിൽ മത്സരിക്കുന്നവരാണ് കോൺഗ്രസ്. കേരളത്തിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അല്ല, അത് അവർ പറയേണ്ട കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ സഭയ്ക്കുള്ളിൽ കയറിയെന്ന അഭിപ്രായം എന്ന് പറയാൻ ഞങ്ങളാളില്ല. സഭാ നേതാക്കന്മാർ ഇങ്ങനെ പ്രസ്താവന നടത്തിയാൽ സഭയ്ക്കുള്ളിൽ അവർ സ്ഥാനം എന്തായിരിക്കുമെന്ന് വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനകത്തൊരു മുൻ അഭിപ്രായം പറയുന്നില്ല. അതെ, വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചുകൊണ്ടായിരിക്കണം, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ മാനിച്ചുകൊണ്ടായിരിക്കണം അഭിപ്രായങ്ങൾ പറയേണ്ടത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അവരവരനുഭവിച്ചുകൊള്ളുക എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്?